മത്തിയുണ്ടോ? അപ്പൊ ഒരു വല നിറച്ച് മത്തിയല്ലേ? മൊത്തം മത്തിയല്ലേ? ബക്കറ്റിന്റെ കുഴഞ്ഞാണ്. ബക്കറ്റിന്റെ കുഴഞ്ഞ ഞാനല്ലേ വെറുക്കി കിട്ടുന്നു. ഒരു വലക്ക് കിട്ടിയ മത്തി കണ്ട മത്തി കണ്ട. അതാണ് നമ്മൾ 3-4 വല വീശിട്ട് കുറവായിരുന്നു അല്ലേ? അപ്പൊ കടലിൽ നിന്ന് കയറിയ തോണിമത്തി ആയത് കണ്ടോ? ഇതിന് തോണിമത്തി അല്ലേ? തോണിമത്തിയല്ലേ? ഒരു വലക്ക് വീണ മത്തി ആയത് കണ്ട. താഴെയിട്ട് മൊത്തം കുടയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ബക്കറ്റിലോട്ടിട്ട് മൊത്തം കുടഞ്ഞു കിടുക. അളിയെ കണ്ടോണ്ട് വിഷു എന്തല്ലേ അരി മേടിക്കണ്ടേ അല്ലേ? എന്താ പറയാ? അതെ അതെ, അരി മേടിക്കണം, ചായം കുടിക്കണം. നമ്മുടെ നാടൻ മത്തിയെക്കാട്ടി ടേസ്റ്റുള്ള അല്ലേ? നല്ല ഒന്നാം തരം മത്തിയായത്. ഇന്ന് രാവിലെ തൊട്ട് വളരെ കുറവായിരുന്നു. പക്ഷെ മാറ്റിക്കേ, ചാക്ക മാറ്റിക്കലേ. നല്ല പെടക്കട മത്തി, പെടക്കട മത്തി അല്ലേ? മറ്റേ കക്ഷി ഇതെങ്ങനെ കണ്ടിരുന്ന ഇപ്പൊ പ്രശ്നമാണല്ലോ. നമ്മുടെ കൂട്ടുകക്ഷി ഇത് കിളയോടെ വരുമോ അല്ലേ? ആ ഉണ്ടുണ്ട്, സാധനമുണ്ട്, സാധനമുണ്ട്. നമ്മുടെ പഴയ പല വീണത്രയില്ല അല്ലേ? ആണോ? അതെ അതെ. നേരത്തെ കയറി അത്രയില്ല, എന്നാലും മത്തി നിറച്ചുണ്ട്. അതുകൊണ്ട് എന്താ നമ്മുടെ ആദ്യത്തെ രണ്ടാമത്തെ വല വീശിയപ്പോഴും നമുക്ക് ആവശ്യത്തിന് മത്തി കിട്ടിയിട്ടുണ്ട്. പടിഞ്ഞാറ് മീനുണ്ടെങ്കിൽ നമുക്ക് മത്തിക്ക് വില കുറവാ അല്ലേ? ഇപ്പോൾ ഹാർബർ മീനുള്ളതുകൊണ്ട് ഒരെണ്ണതായിരിക്കുന്നു. പൊട്ടിച്ചു പോരുത്.
ഇപ്പൊ 2 വല നമ്മളിപ്പോ വീശിയിട്ടുണ്ട്. അടുത്ത 3ാമത്തെ വല അടിക്കാൻ പോവാം അല്ലേ? ഇവിടെ തന്നെയാണോ നമ്മൾ വീശിയെടുത്താണോ പിന്നെ വീശുന്നത്? ഇല്ലായിരുന്നു. മൂന്നാമത്തെ വലയും വീശി. വീഡിയോ ഒക്കെ കാണിക്കാം. ആദ്യമേ വീശി മീൻ പിടിക്കും. ഇവിടെ പാലത്തിൻ്റെ ഒക്കെ വർക്കുകൾ വളരെ സ്പീഡിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് തോട്ടപ്പുഴി. നമ്മളിപ്പോൾ ഇവിടെ വീശാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീശി ബോയ് ബോയ് जानो दो जानो नहीं चलेगा आप जाओ. മൂന്നാമത്തെ 4ാമത്തെ വീശ് വീശുവാണ്. എൻ്റെ പൊന്നെ എന്തൊരു വീശാളിയാ വീശി. എന്താ വീണോ? നന്ദൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊരു പറ്റുപോലെ കൊണ്ട് ഒരു ഒറ്റ അടി അടിക്കാമെങ്കിൽ അല്ലേ? വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വീശാൻ പോണേ. ഇവിടെ 2-3 സ്ഥലത്ത് വീശിട്ട് ഒരു രക്ഷയില്ല. കാര്യം ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഈ ഇരുമ്പിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. മീൻ കുറവാണ്. ഏ